ഹലോ ഡിയർ ഫ്രണ്ട്സ്, കുട്ടനാടൻ തനതുരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബീമോൾ ബോബൻ. നമുക്കിന്ന് അപ്പത്തിനും പത്തിരിക്കുമൊക്കെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷായ ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 കപ്പ് ഗ്രീൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണേ. അപ്പം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ 2 കിഴങ്ങും 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായി നുറുക്കിയതാണ്. അപ്പം നമുക്ക് ക്യാരറ്റും കിഴങ്ങും ഗ്രീൻ പീസും കൂടെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് കഴുകി വെച്ചേക്കുന്നതാണേ. ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടെ ചേർക്കാവേ. രണ്ട് പ്രഷർ വരുന്നവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, കറിവേപ്പില, ഇതിലേക്ക് ഞാൻ 2 സവോള, 4 പച്ചമുളക് ചെറുതായി നുറുക്കിയതാണ് രണ്ടും, അതും കൂടെ ചേർക്കുവാണേ. സവോള വേഗം വഴന്ന് കിട്ടാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള വഴന്നിട്ടുണ്ടേ. ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചെറുതായി നുറുക്കിയതേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയും കൂടെ അരച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുവാണേ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കേട്ടോ. ചിലർക്ക് പെരിഞ്ജീരകത്തിൻ്റെ ഒത്തിരി ഫ്ലേവർ വരുന്ന ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. തക്കാളി സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ടേ. നമുക്കിനി പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പച്ചമണം മാറുന്നവരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. പൊടി ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും പെരിഞ്ജീരകവും കൂടെ അരച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രീൻ പീസ് വെന്തോന്നൊന്ന് നോക്കാമേ. പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ലിഡൊന്ന് തുറന്ന് നോക്കാം. ഗ്രീൻ പീസും കിഴങ്ങും ക്യാരറ്റും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിത് ഈ കുക്കർ ഞാൻ ഈ സ്റ്റൗവിൽ വെച്ചിട്ട് വേറെ സ്റ്റൗവിലാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കിയത്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തയ്യാറാക്കിയ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. നല്ല കടയിൽ നിന്ന് കിട്ടുന്ന സെയിം കളറിൽ തന്നെ നമുക്ക് നല്ല ഗ്രീൻ പീസ് കറി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം, പത്തിരി, ഇടിയപ്പം, പുട്ട്, ഇതിൻ്റെ ചപ്പാത്തി, ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണേ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് തിളച്ചു. ഇപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇപ്പോൾ ഗ്രീൻ പീസ് കറി നല്ല സൂപ്പർ ടേസ്റ്റിലാണ്. അത് കിഴങ്ങ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട. അപ്പോൾ കിഴങ്ങും ക്യാരറ്റും കൂടി ഇടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ മറക്കാതെ ചെയ്യണേ. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്